മുക്കിപ്പിടിയപ്പാ, മുക്കിപ്പിടി ശക്തിക്ക്. പൊക്കല്ല് 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 മുക്കിപ്പിടിച്ചോ. അല്ലാതെ വന്നാ ഞാൻ തലക്കെട്ടടിക്കും. പൊങ്ങി വന്നല്ലേ, പൊങ്ങി വന്നല്ലേ. ആ കലം കൊണ്ടുപോവാ, അവിടെ കിടക്കട. എവിടെ പോടാ? അവന്മാർക്ക് ധൃതി. അവന്മാരെ ഒന്ന് ഇങ്ങോട്ടൊന്ന് പാലയൊന്ന് കയറ്റി വെച്ചോട്ടെ. അവന്മാർക്ക് ധൃതിയായി ധൃതിയായി. ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം നമ്മളെ ഈ ചവറിനാണ് വല വെക്കുന്നത് കേട്ടോ. ഈ ചവറിനാണ് വല വെക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് സൈഡിൽ ആരോ വല വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പം ഇവിടെയാണ് വല വെക്കുന്നത്, ഉള്ളും വല. ആ മരത്തിൻ്റെ അവിടെ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇത് ചുറ്റി കറങ്ങി ഇങ്ങനെ അങ്ങ് പോകും കേട്ടോ. ഇത് ആ കടലിൻ്റെ അപ്പുറം വരുന്നുണ്ട്. എടാ ഇതിൻ്റെ ഒന്ന് പൊക്കിക്കട, ഇതിൻ്റെ ഒന്ന് പൊക്കിക്കട. നമ്മളെ വലയെല്ലാം കറക്കി കേട്ടോ. വലയെല്ലാം കറക്കി ഇനിയിപ്പോൾ ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യാൻ. അപ്പം ഇല്ല അവിടെയാണ്, ആ മരത്തിൻ്റെ അവിടെ അപ്പൻ. അങ്ങ് പുറം വരെ ഉണ്ട് കേട്ടോ. ഇത് അപ്പം വാള ഞാൻ കാണാൻ ചാൻസ് ഉണ്ട്. വാള നാടൻ വരാലും ഒന്ന് രണ്ടെണ്ണം പൊങ്ങി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. സൈഡെല്ലാം കുത്തി കേട്ടോ, സൈഡെല്ലാം കുത്തി. ഇനിയിപ്പം ശങ്കർ ബോയ് അത്രയും അവിടെ നിന്ന് കുത്തി വരുന്നുണ്ട്. അപ്പം ഞാനിനി ഇവിടുന്ന് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് പോവുക. പകല് ചീഞ്ഞത് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളം തെളിവ, വെള്ളം തെളിവ. നമ്മളെ വല കറക്കി കേട്ടോ. നമ്മൾ വല കറക്കി കുത്തി കഴിഞ്ഞപ്പോൾ എന്തേ വെട്ടാൻ പോയി. ഇത്ര കടകൽ, ഈ പുറത്തെ കടകൽ ആദ്യമേ കളയണം. ഈ പുറത്തെ കടകൽ നമുക്ക് ആദ്യമേ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ആ കരക്കിരിക്കുന്ന നമ്മളെ സബ്സ്ക്രൈബർ കേട്ടോ, നമ്മളെ രതീഷണ്ണനാണ് നിൽക്കുന്നത്. അപ്പോൾ അണ്ണൻ ഇതിനു മുന്നേ നമ്മളെ 1-2 വീഡിയോയിലുള്ളതാണ് കേട്ടോ. ആണ് രതീഷണ്ണൻ. അണ്ണൻ ഇവിടെ കിടന്ന് ഓട്ടോ എടുത്തു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മീൻ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അണ്ണൻ്റെ ഓട്ടോ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ചെറുക്കാരനാണെങ്കിലേ ശങ്കർ ബോനെ പേടിപ്പിച്ചിരിക്കുക കേട്ടോ. അട്ടയുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. കാരണം ശങ്കർ ബോ ടൈറ്റർ ബനിയനും അങ്ങനൊന്നുമില്ല, എടുത്തിട്ട് കടയിൽ വെട്ടുമല്ലേ. എന്നാലും ഒരു അത് തന്നെ കടകല് വെട്ടാന്നുണ്ട്. അത് ശരിയാ, അതൊരു കാര്യം ശരി കേട്ടോ. കടകല് വെട്ടാറുണ്ട് നമ്മുടെ കൈയുടെ ഇവിടെ ഈ പോർഷൻ. ഇന്നലെ ഇട്ടില്ലായിരുന്നു. അപ്പൊ കടകല് വെട്ടാനെടുത്താണെങ്കിൽ ഈ പോർഷൻ ഒന്നും മുറിയത്തില്ല. ഇല്ലെങ്കിൽ വെട്ടാൻ നേരത്ത് നമ്മുടെ കയ്യിലെ ഈ പുല്ലിന്റെ തണ്ട് കൊള്ളും. തണ്ട് നല്ല മൂർച്ചയായിട്ടിരിക്കും നമ്മൾ വെട്ടി മുറിക്കുന്നത്. അതുകൊണ്ട് കൈ മുറി. അതുകൊണ്ട് അവൻ വെട്ടുന്നതുകൊണ്ട് അവനത്. പിന്നെ അട്ടയുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ദേഹത്തൊന്നും പിടിക്കത്തില്ല. നമ്മളത് ഇപ്പം ഇത്രയും വെട്ടി കേട്ടാ, ഇത്രയും വെട്ടി തെളിച്ച് നമ്മളത് അല്ല, ഇത്രയും നമ്മൾ വെട്ടി തെളിച്ചിരിക്കുക കേട്ടോ. വലയില്ല, നമ്മൾ അങ്ങ് വരെ വലയുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു തള്ളു കണ്ട, ഈ കടകലിൻ്റെ ഈ ഒരു തള്ളുകളെ നമുക്ക് എടുത്തു മാറ്റാനുണ്ട്. ഈ ഒരു ഇവിടെ കൂടെ ഒരു 2 പീസും ഇട്ട് അതുകൂടെ കളഞ്ഞിട്ട് നമുക്ക് ഈ വല ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കണം. വരാലും അറിയുന്നുണ്ട് കേട്ടോ. അപ്പുറയൊക്കെ നമ്മുടെ കൊമ്പൻ്റെ തടം കിടപ്പുണ്ട് കേട്ടോ. കൊമ്പൻ്റെ തടമോ ഇല്ല അവിടെയൊക്കെ. നല്ല താഴ്ച ഉണ്ട്. നല്ല താഴ്ച എന്ന് പറഞ്ഞാൽ ഒരു 2 ആള് വെള്ളം, ഒരു 10 അടി. അവിടെയൊക്കെ ഒരു 10 അടി 12 അടി വെള്ളമുണ്ട് കേട്ടോ. അവിടെയൊക്കെ നമ്മൾ ആ വല കുത്തിയിരിക്കുന്ന അവിടെയൊക്കെ കറക്റ്റ് 10-12 അടി വെള്ളമുണ്ട്. ഇവിടെ വരുമ്പം നമുക്ക് നിലയില്ലെങ്കിലും ഈ നേരെ വെട്ടുക, എന്നാലേ നമുക്ക് വല ഇങ്ങോട്ടൊന്ന് കയറ്റി വെക്കാൻ പറ്റത്തില്ല. അപ്പം മീൻ ഈ കടകളിനകത്തോട്ട് ഒതുങ്ങി നിന്നോളൂ. ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം നമ്മളെ വല കറക്കി വെച്ച് കേട്ടോ. വല കറക്കി വെച്ച് അത് ഉള്ളും വല. ഇപ്പുറം ഒരു ചെറിയ തടവലയുണ്ട്. അപ്പം നമ്മൾ ഒരു തടവല നമ്മൾ കഴുകി വള്ളത്തെ വെച്ച്. അപ്പം നമ്മളിപ്പം വെച്ചിരിക്കുന്ന ഉള്ളും വലയും ഈ കിടക്കുന്ന ഒരു തടവലയും നമ്മുടെ അമൽ ബ്രോയുടെ കേട്ടോ. അമൽ ബ്രോയുടെ കുഴി കോരാനായിട്ട്
അവൻ പണിത അവൻ നമ്മുടെ പള്ളാത്തുരുത്തിൽ തന്നെയുള്ള പുഷ്പാണനെ കൊണ്ട് പണിയിച്ച വലയാണ് കേട്ടോ അത്. അപ്പോൾ ആ വലയാണ് ഇപ്പം നമ്മൾ ഉള്ളും വലയായിട്ട് എടുക്കുന്നത്, കാരണം അത് പുതിയ വലയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വലക്കകത്ത് ഒന്നുമൊറ്റ കീറലൊക്കെ ഉണ്ട്, കുറച്ച് പഴക്കമുള്ളതുകൊണ്ടേ കീറലൊക്കെ ഉണ്ട്. അപ്പം അവൻ്റെ വലയാകുമ്പോൾ ഇപ്പോൾ ഒരു കീറൽ പോലും ഇല്ലാത്തൊരു വലയാണ്. അപ്പോൾ ഇതിന് ഇവിടെ മൊത്തം കമ്പിയും കുറ്റിയും, കാരണം ഈ പാലം പണി ഉണ്ടല്ലോ, ഈ പാലം പണിക്ക് ഇതിലം വഴി ഒരു റോഡ്, ആ പാലം പണിയുടെ സമയത്ത് ഇതിലം വഴി ഒരു പുതിയൊരു റോഡ് അടിച്ചായിരുന്നു ഈ സൈഡ്. അപ്പോൾ ആ റോഡ് അടിച്ചതിൻ്റെ തെങ്ങും കുറ്റിയും കമ്പിയും അതും ഇതും എല്ലാം ഈ കടകളിനടിയിലുണ്ട്. ഈ വലയിരിക്കുന്ന നമ്മുടെ ഉള്ളും വല ഇരിക്കുന്ന ഭാഗം മൊത്തം ഉടക്കാണ് കേട്ടോ വലയ്ക്കകത്ത്. അപ്പം ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവാം നമ്മൾ. ഇപ്പം അവർ രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങി, അപ്പം ഞാനങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാം. അപ്പം കൊമ്പം കാണും. ഇച്ചിരി കഴിയുമ്പം നമുക്ക് ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും, കാരണം ഈ ഒരു വെട്ടുകണ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തപ്പി കിട്ടാനുള്ള പരുവമാകത്തുള്ളൂ. എടുത്താപ്പം എന്നായിരുന്നു നല്ല സൂപ്പർ കരുവ് ഇല്ല. വല ശങ്കർ വലയുടെ ഇപ്പറ അറിയാടാ പപ്പാ. ഇതെന്നാ സംഭവം? അതല്ലടാ ഈ വല. അപ്പൊ ഇവിടെ നിന്നൊരു വല പിടിച്ചിട്ട് വല ഇവിടെ ഒരു കുറ്റിയാ കിടക്കുക. വലിക്കുന്നു തള്ളല്ലേ. അതുവഴി മീൻ പോന്നില്ലേ? തൂളി മുന്നോട്ട് വരുന്നുണ്ട്. പഴയത് ശമ്പൂൻ്റെ ഓവർ വീഡിയോയുടെ ആവും. തൂളിയിലിട്ടാൽ എവിടെ റേഷൻ കട വന്ന ആണോ? ആ നടക്കട്ടെ. നെറ്റിന്റെ അടിയൊക്കെയാണോ വന്നത്? നെറ്റിന്റെ അടിയൊക്കെ വരച്ചില്ല. ഇത്രയും തെളിച്ചിരിക്കും. ഇനിയിപ്പം നമ്മൾ ഈ വല ഊരി ഇങ്ങോട്ട് കയറ്റാൻ പോവാം. ഈ വലയുടെ എൻഡില്ല അങ്ങ് ശങ്കർ ബ്രോ നിൽക്കുന്നതിൻ്റെ അവിടെ. മുൻപ് അവിടുന്ന് രണ്ടെണ്ണം നമ്മൾ ഊരി കരക്കൊട്ടിട്ടുണ്ട്. ഒരു ചേറുമീൻ ഇരിപ്പുണ്ട്, തീപ്പടയായിട്ട് ഇരിപ്പുണ്ട്. പിടിക്കാൻ നോക്കാം, ചിലപ്പോഴേ കിട്ടും. നെറ്റിൻ്റെ ഗ്യാപ്പ് എപ്പോൾ അതെ ഇവിടെ 2 നെറ്റാപ്പം. ആ അതിൻ്റെ താഴത്തോട്ടും ഒപ്പം നോക്കി. മീനാടാ ശങ്കർ. പക്ഷേ ഇത് നെറ്റിൻ്റെ അടിയിൽ പോയല്ലോ അപ്പം. അയ്യോ, തിരിച്ചിറക്കിയാലും വിടട്ടെ. ഓ എൻ്റെ പൊന്ന് വാഹയായിരുന്നു. എൻ്റെ നെഞ്ചാൻ കൂടിട്ടാണ് ഇരിച്ചു. എന്നിട്ട് ശങ്കർ ചിരിക്കുന്നു കണ്ടപ്പ. കുതിച്ചാ പിടിച്ചത്. പൊടിച്ചില്ല, പൊടിച്ചേക്കാം.
പിടിച്ചാ ഒടിഞ്ഞിട്ടില്ലേ പിടി തിരിച്ചാ പിടിച്ച മീനെ. അതല്ല അന്ന് ഒടിഞ്ഞെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ വലിയ ഇത് നീ അവിടെ നിന്ന് നിന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഒടിഞ്ഞ മീനല്ലേ. അങ്ങനെയല്ല, ഒടിഞ്ഞ പിന്നെ വല കയറത്തില്ല. ഒടിഞ്ഞ വല കയറത്തില്ല. അതിന് പമ്പരം കറങ്ങുന്ന കണക്ക് ഇവിടെ കറങ്ങി നടക്കത്തില്ല. അടുത്ത മീൻ ഇവിടെ വീണ്ടും ഇരിക്കുന്നു. എത്ര ഇത് പിടിച്ചാ അപ്പൊ കല എടുത്തോണ്ട് വെറുതെ ഇതാക്കണ്ട. നെറ്റായതുകൊണ്ട് എന്നെ കീഴോട്ടൊന്ന് പയ്യെ ഒന്ന് കുലിച്ചു പിടിച്ചു. നെറ്റായതുകൊണ്ട് മുക്കിപ്പിടിയപ്പാ, പിടിച്ചിരിക്കുക, മുക്കിപ്പിടി ശക്തിക്ക് പിടിച്ചിരിക്കുക. പൊക്കല്ല് പൊക്കല്ല് പൊങ്ങുന്നു. പൊക്കല്ല് മുക്കിപ്പിടിച്ചോ. ചേർമീനും കൊണ്ട് അല്ലാതെ വന്നാൽ ഞാൻ തലക്കിട്ടടിക്കും. ഇതേ വിട്ടു. പൊങ്ങി വന്നല്ലേ, പൊങ്ങി വന്നല്ലേ. ആ കലം കൊണ്ടുവരാം. കലം കൊണ്ടുവരാം. കലം കൊണ്ടുവരാം. ആ ക്യാമറ നിന്ന് തല ഇവനെ ഇനി ഓടിക്കൂപ്പാ. നേരത്തെ പിടിച്ചത് തിരിച്ചാ പിടിച്ചത്. നേരത്തെ തിരിച്ചാ പിടിച്ചത്. അതുകൊണ്ട് പിടിക്കാൻ പറ്റും. ഇതിലേ വരുന്നായിരുന്നു ഇപ്പം പോയതല്ലേ. പിന്നെ അണ്ണൻ മുങ്ങിക്കിടപ്പ അണ്ണനും ഇതിൻ്റെ അകത്ത് കമന്റ് വരും കേട്ടെ. അപ്പ പിന്നെ മുക്കി പിടിച്ചെന്ന് അവിടെ തപ്പിയായിരുന്നു. അതെ, അത് മുക്കി പിടിക്കുന്ന എന്താന്ന് വെച്ചാല് നമ്മൾ ഇവിടെ നെറ്റായി ഇത് എങ്ങനെ കാണിക്കും. ഈ സൈഡിൽ അടുക്കുന്ന നെറ്റിന്റെ അകത്ത് കല്ല് നെറ്റിന്റെ അകത്ത് നിറച്ച് ഇതിന്റെ അകത്ത് ഡംപ് ചെയ്തിരിക്കും. അത് ഒടിച്ച് കല വേണമെങ്കിൽ എടുത്തോ, വെള്ളം കിട്ടിയാലോ. കഴിഞ്ഞ അടുത്ത പാത്തി കൊണ്ടുവന്നു വരും. രണ്ട് നെറ്റിന്റെ ഗ്യാപ്പില്ല, ആ ഗ്യാപ്പ്. ഈ ഗ്യാപ്പിൽ നിന്ന് ഇപ്പൊ നമ്മള് മറ്റേനെ പിടിച്ചത്. അവിടോട്ടായിരുന്നു പറഞ്ഞ ഓടി വന്ന് ഇടിച്ച് താന്നത്. അതോ ഇവിടെയായിരുന്നു? എവിടെയായിരുന്നു ഇടിച്ച് താന്നത്? അപ്പോൾ മീൻ പിടിക്കാൻ നേരത്ത് പൊങ്ങി വരാതിരിക്കാനാണ് ഇങ്ങനെ മുക്കി പിടിക്കുന്നത്. നമുക്ക് പിടിക്കാൻ പറ്റുന്നു. അതൊക്കെ ഈ നെറ്റിന്റെ സൈഡിൽ ഒന്ന് കാലിട്ടൊന്ന് ഓടിക്കാം. ഇതിനകത്തൊരു കരിമീൻ കിടപ്പുണ്ട് കേട്ടാ. നമ്മളെ അപ്പം പിടിച്ചൊരു കരിമീൻ കിടക്കും. ഇല്ല, അങ്ങോട്ട് ചാടിയല്ലോ. ശങ്കര ശങ്കര ഇത് തൂളി മുന്നോട്ട് ഇറങ്ങാ കേട്ടോ. അടുത്ത തൂളി മുട്ടിടാ. ഓ അപ്പാ, മീനായിരുന്നു. മീനായിരുന്നടാ, ഈ ചവറയിലായിരുന്നു. വലയിലില്ല, ചേർമീനായിരുന്നു. ആ ഈ ചവറിന്റെ അടിയിൽ നിൽക്കുമായിരുന്നു. പയ്യ നോക്കിയ ശങ്കർ ഈ നെറ്റിന്റെ ഈ ഭാഗത്ത് വന്നു കാണും. മീനായിരുന്നു. അപ്പാ വല പോലല്ലേ? വല താത്തിട്ടുണ്ടപ്പാ. നാളം വരാല്ല ഇത് കണ്ട. ആ കലോ വള്ളത്തെ ഇടാൻ. ആ വള്ളത്തെ കലമില്ലേ എന്നാ? അത് മീനായിരിക്കും. ഒന്ന് ഓണായിക്ക് ശങ്കർ ബ്രോ, ഒന്ന് ഓണായിക്ക്. വരാല വാഹയല്ല, ഡംപ് ചെയ്തിട്ട് ഡംപ് ചെയ്ത്
അതിൻ്റെ അകത്ത് നോക്കിയ നമ്മളെ ഇപ്പൊ ഉള്ളുമ്പല കറക്കി വെച്ചു കേട്ടാ. ഉള്ളുമ്പല കറക്കി വെച്ചു. അപ്പൊ ഇപ്പൊ നമുക്ക് എന്നാണ് 2 ചേർമ അല്ലേ? ഇപ്പൊ 2 ചേർമയാണ് കേട്ടാ. 2 ചേർമീനും കരിമീൻ തൂളി. അതുകൂടാതെ നമ്മുടെ ഇതിലും വഴി ഓടുന്നുണ്ട് കേട്ടോ. നമ്മളത് അച്ഛൻ കേട്ടാ എല്ലാരും ചെയ്യാ. അച്ഛാ എങ്ങനെ ഉണ്ടോ ചൂണ്ട കിട്ടിട്ട് കാണാം? ആ ഞങ്ങളിപ്പം 2 ദിവസമായല്ലോ ഇങ്ങോട്ട് കയറിയിട്ട്. ആ ആ ആ ആ ആണാ? ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വന്ന. ആ അങ്ങോട്ട് ഇനി ഞാനായിരുന്നു നല്ല പണിയാ. ആ അത് കുഴപ്പമില്ല. ഇത് മൊത്തം നെറ്റും കമ്പിയും കുറ്റിയൊക്കെ. ആ പണിയാ. നമുക്ക് മീൻ കണ്ടാ ഇല്ല. ഞങ്ങള് ഉച്ചക്ക് പരിപാടി ഇല്ല. മുങ്ങാൻ പറ്റത്തില്ല. നെറ്റിന്റെ ഓരോ കല്ലിയുടെ അങ്ങോട്ടും വെച്ചു പോള പേരെടുത്ത് കൊള്ളിച്ചു പോയി. ആ ആ ഓക്കെ 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 കണ്ടേ സന്തോഷം കേട്ടാ. നമ്മളെ എൻ്റെ അക്കൗണ്ടിലല്ല ഞാൻ വീഡിയോ കാണുന്നുണ്ട്. നമ്മൾ സ്ഥിരം കാണുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വരുമ്പോ ആ സന്തോഷം. പെരമണി ഇപ്പം പുതിയ ജനലെല്ലാം വെച്ചെല്ലാം സെറ്റ് ചെയ്തൊക്കെ വരുന്നു. മലക്കകത്തല്ലേ ഇത്? അകത്താ മലയും കൊണ്ടാ ആടുന്ന വാള ചാത്തിയാളാ. നമ്മളെ വലയൊന്ന് കേട്ടിക്കുത്തു കേട്ടോ. ആ ഊരിക്കപ്പോൾ നമ്മൾ ഈ ലെവല് വല കുത്താൻ പോകും. നമ്മൾ ഇത്ര ഭാഗത്ത് പോളയൊക്കെ മാറ്റി ഇളക്കി ശങ്കര സൈഡിൽ നിന്ന് ഉപ്പാ ഞാൻ ഓടിച്ചാന്ന് അവൻ എവിടെ സ്രാവും കിട്ടിയില്ലേ? വലിക്കല് നെല്ലില്ലേ നീ കുത്തിക്കോ. ഷാരൂഖ് ഇന്നില്ല. ഇവിടുന്ന് കേട്ട് ചുരുക്കല്ലാണ് വലിച്ച് ഇവിടെ വെക്കാൻ. പിന്നെ നമ്മളെ വല പിന്നെ ശങ്കര പടാന്ന് തരികയും ചെയ്യില്ല. അതുകൂടാതെ ചുരുക്കുള്ളത് കയ്യത്തിന് ചുരുക്കം. അപ്പൊ ഇനി പൊങ്ങാനകത്ത് അപ്പൻ്റെ പയ്യെ ഊരാൻ പോകും.
ഒരു ലക്ഷണം ഉണ്ടല്ലോ അപ്പൊ. അല്ല അത് വിട്ട് ഇത് ഇവിടെ ഏട്ടം കൊണ്ട് ഓർമ്മ നോക്കട്ടെ. ആ നെറ്റിൻ്റെ അവിടെ തന്നെ കാണുന്നു. രാത്രി അപ്പം പിടിച്ച് വലിയ ആളല്ലേ ചൂടി. ആ നെറ്റിൻ്റെ അടിയൊക്കെ ഇങ്ങോട്ട് പയ്യെ പയ്യെ എടുത്ത് ഇവിടുന്ന് തന്നെ നമ്മളെ വല പൊക്കുക കേട്ടോ. പൊക്കിയേക്കാം പൊക്കി മേലോട്ട് മറച്ചിട്ടായി ഇതിന്റെ പൊക്ക മേലോട്ട്. അവിടെ ഓക്കെയാണെങ്കിൽ മറ്റേ തന്ന ആ തെറുപ്പ് അപ്പൊ ഇവിടെ ചേർത്ത് വെക്കപ്പ. എവിടെയാ ഉടക്ക് കൂടുതലെടുത്ത് മറിച്ചില്ലേ? ചാത്തി ഉണ്ടെങ്കിൽ നല്ല ചേട്ടൻ ചാടും കേട്ടോ. അത് ഇങ്ങോട്ട് ആ മുറി ഇങ്ങോട്ട് കയറ്റിയിട. അപ്പൊ അപ്പുറത്തോട്ട് അകത്തോട്ട് ഞാൻ കേറുക. ചാത്തിയാ ചാടുന്നേ ഉള്ളു. കൂളി ഞാൻ മല എടുത്തിട്ട് അപ്പുറത്തോടാ ഉണ്ടെങ്കിൽ ഇപ്പുറത്തോട്ട് എടുക്കടാ. ഇത് പിടിക്കാൻ നോക്കട്ടെ. എടുത്തോ? അവനെടുത്ത് കലത്തിൽ തന്നെ ഇട്, കലത്തിൽ തന്നെ ഇട്. അപ്പാ ഇവിടെ കലത്തിൽ ഇട്ടേ. ചാടി വിളി പുറത്തു പോയതാ. വല അങ്ങനെ ഔട്ടല്ലേ, എൻ്റെ കാല് തുറന്നു പോകും. കളി കെട്ടിക്ക കെട്ടിക്കപ്പ ചേർത്ത് പിടിച്ചോളെ. ഞാൻ മല എടുക്കട്ടെടാ. മീൻ വരുന്നുണ്ട്, നോക്കിക്കോളെ. വലി ആ നീ ബൈക്കിനെ വലിക്കുന്ന ഇട്ടു, എവിടെ ഇട്ടു ഇട്. അത് മൂട് മൂട് കല്ല് മാറ്റ കല്ല് മാറ്റ മൂട്. ഇത് പിടി, പോള ഇല്ലാത്തതുകൊണ്ട് കല്ല് മാറ്റ. ഇത് പിടി. ശാലം പോളെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കപ്പാ. ഇല്ലെങ്കിൽ അവന് വല മറിച്ചിടണ്ടേ. ആ കലവായാലും എടുത്തിട്ട് മതി. ശങ്കരേ ആ വള്ളം കയറ്റുന്നതല്ല. ഇത് ഈ വല ഇങ്ങോട്ട് വിട്ടു തന്നെ. ഇത് ഈ വല അപ്പുറം ഇങ്ങോട്ട് ആ ഇടക്കോട്ടൊന്ന് കയറി തന്നെ. ആ വല ഇങ്ങോട്ട് ഈ പൊങ്ങിനൊപ്പം ഇങ്ങോട്ട് വിട്ടു തന്നെ. ശകലം കൂടെ ഇത് വരുന്നില്ലെങ്കിൽ ഇത് വരുത്തണേ. ഇത് ഇവിടെ ഒന്ന് വലിച്ച് ഇങ്ങോട്ടൊന്ന് വിട്ടെ. ഇല്ല പൊങ്ങിനൊപ്പം വിട്ടട്ടെ, എന്നാലേ അല്ലെങ്കിൽ വലിച്ചു വിടും. നമ്മുടെ വലയെല്ലാം പൊങ്ങി കേട്ടോ. വലയുടെ പണി കഴിഞ്ഞ് വലയെല്ലാം പൊങ്ങി. അപ്പം വലക്കകത്ത് കൊമ്പൻ കിടപ്പുണ്ട്. കൊമ്പൻ ഇപ്പം കാണുന്നുണ്ട്. ആരാ കിറ്റ്? കൊമ്പൻ കിടപ്പുണ്ട്. പക്ഷെ ചാത്തി നമ്മൾ കാണുന്നത് ചെറിയ ചാത്തിയാണ് കാണുന്നത് കേട്ടോ. ശങ്കരയില്ല ആ കരക്കൂരി ഇങ്ങോട്ട് നോക്കി വള്ളം കറങ്ങും. അല്ലെങ്കിൽ വള്ളം അപ്പനൊന്ന് അങ്ങോട്ടൊന്ന് ടൈറ്റ് ചെയ്തേപ്പാ. എല്ലാം തൊട്ടച്ചാൻ ചാത്തിയാ കേട്ടോ. എല്ലാ ഓളേന്ന് പറയാനായിട്ട് എല്ലാ ഓളേന്ന് പറയാനായിട്ടില്ല. എല്ലാം ചെറിയ 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 കാണികൾ, നമ്മുടെ കാണികൾ സബ്സ്ക്രൈബർ കേട്ടോ. ഒരുപാട് പേര് കിട്ടുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്നവരും ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ നിൽക്കുന്നവർ. എവിടെ പോണം? മുറുക്കട്ടെ അപ്പം.
കറക്റ്റ് മുറി. ആ ചാത്തിയൊക്കെ മറ്റേ വലക്കത്ത് അങ്ങ് അറ്റം തീർത്തു കൊടുഞ്ഞടാ നീ. അപ്പാ ദേ ഷാരൂഖ് ദേ ഉടക്ക് ദേ കൂടാ ഷാരൂഖ് ഇവിടെ അടിയിലൊരു ഉടക്കുണ്ട്. ദേ ഈ നേരെ താഴത്ത് ദേ ഇവരെ എങ്ങോട്ട് പോണ്? ഓ ഇവിടെ ഉടക്കുണ്ട്. ഇല്ലടാ ഇല്ല. ഓക്കെ ആ ചവിട്ടൊന്ന് ചവിട്ടിക്കേ. ചവിട്ടിയാ വെച്ചിരിക്കുന്നു. നീല ചവിട്ടി പിടിച്ചേ, ഇപ്പുറത്തെ ചവിട്ടി പിടിച്ചാ നീല. ആ ഇതിങ്ങ് എടുത്തടാ, മറ്റേ ആ കൊല്ലി കയറുന്നുണ്ടോ നോക്ക്. കയറുന്നുണ്ട്. അത് വേണ്ട. എല്ലാം കേട്ടാ ഒരു കുഞ്ഞു ജാതി കേട്ടാ എല്ലാം. അമ്മച്ചമാരാളുടെ മേളിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ആ വള്ളം കയറ്റിക്കോ. ആ ഇത് അല്ലേ? ആ ചേട്ട വരട്ടെ. ശരാ ഇതുപോലെ ചാത്തയാളല്ലേ നോക്കിക്കാണാം. മുന്നിക്കിട്ടൊരു ഇടിയാ പോയാട്ടാ. മുഞ്ച അവിടെ ആ വെള്ളം ഇതിലപ്പുറം ലൂസിട്ട് കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് വെള്ളം. അതെന്നാ പോലെ അപ്പം ഇതൊന്ന് നോക്കിയാ ഇവിടെ മൂടി നല്ലപോലെ മൂടിക്കാട്ടോ. മുറി എടുക്കാം.
അവിടെ കിടക്കട എവിടെ പോടാ. അവന്മാർക്ക് ധൃതി. അവന്മാരെ ഒന്ന് ഇങ്ങോട്ടൊന്ന് പാലയൊന്ന് കയറ്റി വെച്ചോട്ടെ. അവന്മാർക്ക് ധൃതി. നമ്മൾ ലാസ്റ്റ് മുറിയാ കിടക്കുന്ന കേട്ടാ. നമ്മളിപ്പോ ഈ മുറി എടുക്കുന്ന കേട്ടാ. രണ്ടാമത്തെ കയറിയതാണ്. ആടിയും കൂടെ കൂട്ടി പിടിച്ചേ. പൊക്കി ഇങ്ങോട്ട് വല്ലേ. എന്തായി? ആ വള്ളത്തെ തന്നെ വെച്ചാൽ മതി കേട്ടെ. കല്ലിൻ്റെ ഒരു കയറിയ സാധനം. കൊമ്പനൊക്കെ മൂലയ്ക്ക് പോയപ്പാ. കൊമ്പൻ ഇപ്പോഴാണ് നമ്മൾ നല്ലൊരു കുറുവയെ കാണാനല്ല. കുറുവയത് കുറുവ. നല്ല കുറേ കുറുവൻ എല്ലാത്തിനും പെറുക്കിടാ. അങ്ങോട്ട് കുഴപ്പമുണ്ട്. അതിൻ്റെ അകത്തൊരു വരാറുണ്ട്. അതിൻ്റെ അകത്തൊരു വരാറുണ്ട് കാലത്ത്. ആ കാലത്ത് അത് കൊല്ലിക്കതുണ്ട്. ആ വരാലിപ്പം കണ്ടില്ലല്ലോ. വരാല് അതിൻ്റെ അകത്തൊരു നല്ലൊരു വരാനുണ്ടാ. നമുക്ക് ഏറ്റവും കുറഞ്ഞ ഈ ടൈപ്പ് വാളയെങ്കിലും ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ നമുക്കെല്ലാം കിട്ടിയ ചെറിയ വാള. വരാൽ ഇപ്പുറത്തെ കള്ളിയിലിട്ടാ. അതാ കള്ളിയിലുണ്ട്. അങ്ങോട്ട് ശരണം അടുത്തിരുന്ന ശങ്കർ അപ്പൻ്റെ അടുക്കലേ. അപ്പോൾ ഒറ്റ മുറിക്ക് പോവുമോ? ഓടത്തില്ലെന്ന് തോന്നുന്നു. ഒറ്റ മുറിക്ക് ഓടത്തില്ലെന്ന് തോന്നുന്നു കേട്ടാ. കൂട്ടല്ലേ ശങ്കര, കൂട്ടല്ലേ.
പോപ്പാ ആ അപ്പനോടെ വാ. ഇത്തിരി വല ടൈറ്റാക്കി അത്ര എന്തേ ഇവിടെ ഇവന്റെ ഈ കൈ ഇച്ചിരി നിന്റെ ആപ്പിടുത്തം ആ ആ താഴത്തെ അടിവല നീ വലിച്ചൊന്ന് മാറ്റിക്ക കുറച്ച്. നീ ആ ചവിട്ടിയിരിക്കുന്ന അങ്ങോട്ട് വലിച്ചു മാറ്റി വെച്ചെന്ത് ഇവിടുത്തെ ഇത് വലിച്ചു ചവിട്ടിക്കുക. അത് വലിച്ച് അങ്ങോട്ട് കളയടാ, പടിഞ്ഞോട്ട് കളയടാ. ആ അങ്ങനെ വലിച്ചോളെ. ആ എന്നിട്ട് ചവിട്ടണ്ട, പൊക്കി വെച്ചാൽ പോരാ. പൊക്കി വെച്ചും ഇങ്ങോട്ട് മറിക്കാം. എന്താപ്പാ ആ എടുത്തോ. ശങ്കർ റെഡിയാണോ? ആ അതെടി എടി ആടിയപ്പ ഇങ്ങോട്ട്. നമ്മളെ ആളുകളുണ്ട് കേട്ടോ, അവരങ്ങനെ പരിഗണിക്കാമല്ലോ. നമ്മളെ ഓട്ടോ തൊഴിലാളികളും എല്ലാവരും ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടുതൽ നമ്മളെ സബ്സ്ക്രൈബറൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാം അങ്ങ് ഉണ്ട് കേട്ടോ. അപ്പാ ഈ മൂത്തിന് കൊല്ലിക്കത്തോട്ടെ പെറുക്ക് നടപ്പത്തുള്ളൂ കേട്ടാ. കൊല്ലിക്കത്തോട്ടെ പെറുക്ക് നടക്കത്തുള്ളൂ. കൊല്ലിയില്ല അവിടെ. ശങ്കര നീ ആ ചെറിയ പൊട്ടലുള്ള കൊല്ലിയും എടുത്ത്. ആ ഇടല് നീ ഒരു റോപ്പ് എടുത്തടാ. ആ അതും ഇങ്ങോട്ട് റോപ്പ് ഇടും. റോപ്പ് ചെറിയ റോപ്പ് അത് വലയിലേടാ. അങ്ങനെ നീ അവത്ത ശാലം മുറിച്ചെട്. നമ്മളെ കൊമ്പനൊക്കെ പാലിച്ചടിച്ച് കേട്ടാ. ആ മറ്റേ കുല്ല് ആ അതിങ്ങ് വന്നിട്ട് പ്രോട്ടീൻ അത് വേണം. ഇതിപ്പം കലത്തിലേക്ക് പെറുക്കി കുറച്ച്. അപ്പം ഞാൻ തൂളി ഏതെങ്കിലും കലത്തിലേക്ക് പെറുക്കി. അപ്പം ഞാൻ ഇത് എല്ലാം കൂടെ ഒന്ന് കിട്ടുമല്ലോ. ആ ഞാനിപ്പം ഇവനെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. നമ്മൾ ഇതൊന്ന് വലയൊന്ന് ഏടുവാ. ആ അടുത്തത് വല പിടിച്ചു. കല അങ്ങോട്ട് കരിമീനില്ലേട്ടായി, കരിമീനില്ല. അങ്ങോട്ട് മാറ്റി വെക്കാൻ മറ്റേ ഒരു കരിമീൻ കണ്ടില്ല. കരിമീൻ കണ്ടില്ല. വാളയും തൂളിയും അത് കൊമ്പൻ. അതായിരുന്നു കൊമ്പൻ കേട്ടോ. ഇപ്പൊ എടുക്കുന്ന ചുമക്കുന്നത് നല്ല കൊമ്പന കേട്ടോ. ഒരു കമ്പയും ഇതോടെ ശങ്കര
ഒന്നും പോലെ കേട്ടോ. അതെ അതെ ഒന്നുങ്ങളെ പറയാട്ടാ, ഒന്നുങ്ങളെ പറയാൻ അണ്ണ ഇവിടെ വയമ്പ് വീശുന്നു കേട്ടാ. അണ്ണൻ്റെ വെള്ളത്തെ വയമ്പ് കിടക്കുന്നു. മീൻ കൊണ്ടുവരണം അതാണ് അതിനും കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഇവിടെ കണ്ടിട്ട് മീൻ എടുക്കുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പം പറഞ്ഞാലേ വാള നമുക്ക് 50 മേല് വാളയുണ്ട്. പക്ഷേ ഗുണമുള്ള ഒന്നുമില്ല. ഗുണമുള്ള 2-3 ഉള്ളു വലിയ വാള, ബാക്കിയെല്ലാം ചെറിയ വാള. അതിന് പൊട്ടുണ്ടോടാ? ഒരു കൈ കൊണ്ട് ഇങ്ങോട്ട് വലിച്ചു പിടിക്കുക. കാരണം പടപടാന്ന് വെട്ടിയെന്ന് അപ്പോൾ ഒരു കാലുകൊണ്ട് ഇവിടെ ചവിട്ടി പിടിക്കുക. അപ്പോൾ ഒരു കാലുകൊണ്ട് ചവിട്ടി ഇങ്ങോട്ട് പുള്ളിക്കാരനാണ് ഇപ്പം തന്നെ നമ്മളപ്പുറത്ത് കഴിക്കാൻ കരിമീൻ ഇപ്പം തന്നെ ആ പുള്ളിക്കാരനാണ് അടിച്ച് മാറ്റിയത്. അത് പോകുമ്പോൾ ശങ്കര കണ്ടേക്ക് പിടിക്കണം, മുറുക്കെ പിടിക്കണം. അവൻ ശാലം മയങ്ങിയിട്ടില്ലേ, അവനാണ് കൊമ്പൻ. ഒന്നും പൊക്കി അവനാണ് പൊക്കാ പോടാ ഒന്നുകൂടെ. നിങ്ങൾക്ക് മീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരും, ആർക്ക് മീൻ വേണമെങ്കിലും തരും. എന്നിട്ട് ബാക്കിയേ കൊണ്ടുപോകത്തുള്ളൂ. ഇതൊന്ന് പെറുക്കുന്ന താമസമുണ്ട്. അപ്പാ നമ്മളെ വലയിടി നടക്കുക. വല വേണമെങ്കിലൊക്കെ വലിച്ചു വെക്കാം. സൈഡിൽ തന്നെ നടക്കും. അതായത് മീനെന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ വല. അപ്പം മിക്കവാറും ഇന്ന് നമ്മൾ വല കുടച്ചിലുണ്ടാകത്തില്ല കേട്ടോ. വല ഇവിടെ തന്നെ ഇട്ടേക്കും പോകത്തില്ല. കാരണം ഇത്രയും മീൻ കൊണ്ടുപോക്കെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് 2 കലം ഫുള്ളാണ്. പിന്നെ ഒരു കൊല്ലി എന്ന് പറയാം. ഈ കൊല്ലി പൊങ്ങത്തില്ല കേട്ടോ. ഈ കൊല്ലി പൊങ്ങത്തില്ല. മറ്റേ സുരേഷ് ഉണ്ടല്ലേ, ചേട്ടൻ ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്പർ തന്നാ ചേർന്നുണ്ടോ? വെളിയിലൊന്നും കുഴപ്പമില്ല. അത് തന്നെ ഓട്ടോക്കാരൻ്റെ ഇതല്ല, കല്ലിനിടയ്ക്ക് പോയതാ. കല്ലിനകത്ത് പോയി ഇടിച്ച് ആ നെറ്റൊക്കെ അടി. അതാണ് അത് കേട്ടോ. ഇത് നല്ല സൂപ്പർ കരിമീൻ. ബംഗാളിനെ അപ്പുറത്തോട്ട് വിട്ടേക്കണം അപ്പം. പിന്നെ ഇത് കഴിയാം. 400 രൂപ ഉള്ളു. 400 രൂപ ഉള്ളു കരിമീൻ. പൊക്കാൻ പറ്റുന്നില്ലേ? മറ്റേ കൊല്ലി എന്തിയാ ശങ്കർ? അവിടെ അങ്ങോട്ട് വന്നായിരുന്നു.
രണ്ടില്ലടാ പുറകിന്ന് എടുത്തില്ല, നീ ഒരെണ്ണം അങ്ങോട്ട് മാറ്റിയിട്ട് ഒരെണ്ണമായിരുന്നു. വാളെ നമ്മള് രണ്ടും അങ്ങോട്ട് വാള ചെറുതാണെങ്കിൽ 200 രൂപ കൊടുക്കും. അത് 350 രൂപ വലുത്. എന്നാ കിലോ ഉണ്ടാവും? നമ്മളെ സബ്സ്ക്രൈബർ ആയിട്ടാ. ഞാൻ എനിക്ക് നിങ്ങളെ അറിയാവുന്നവരല്ലേ ഞാൻ ഇവിടെ വന്ന് കുത്തിരിക്കുന്നത്, അതുകൊണ്ടല്ലേ നിങ്ങളോട് അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്, അല്ല ചുമ്മാ അല്ല ചോദിക്കുന്നത്. നിങ്ങൾ വില പറഞ്ഞോ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത്ര നേരം അവിടെ കിടന്ന് വല വീശിച്ച് ഇങ്ങോട്ട് വന്നേ. എടാ ശങ്കര ആ പണം കുറുവായി കിട്ടി. വല കേട്ടാ മറ്റേ ഇതുണ്ട് ജീപ്പുണ്ടോ? അപ്പാ കരിമീൻ 2 പേരെ വരിക. ഇനി വന്നേ എടാ കുറുവെടുത്തു. നമുക്കെന്തൊക്കെയാ വേണം? നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇനിയിപ്പം മീൻ വിൽക്കാൻ വേണ്ടി പോവുക. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.